നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് കൃഷിഭൂമിയുള്ളവർക്കും അതോടൊപ്പം തന്നെ കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും യുവജനങ്ങൾക്കും ഉൾപ്പെടെയാണ്. അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നവർക്കും കേന്ദ്ര സർക്കാരിൻ്റെ 3000 രൂപ വീതം മാസം ലഭിക്കുന്ന പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന എന്ന് പറയുന്ന ക്ഷേമ പദ്ധതിയിലേക്ക് രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ സംസ്ഥാനത്താണ് ഏറ്റവും കുറവ് കർഷകർ അപേക്ഷിച്ചിട്ടുള്ളത്. നിലവിൽ നമുക്ക് 60-ാം വയസ്സ് മുതൽ 3000 രൂപ പെൻഷൻ ലഭിക്കുന്ന ഒരു പെൻഷൻ പദ്ധതി കൂടിയാണിത്. ഇതൊരു കോൺട്രിബ്യൂട്ടറി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പോലെയാണ്. നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായിട്ടുള്ളൊരു വിഹിതം കേന്ദ്ര സർക്കാർ നമ്മളുടെ പേരിൽ തന്നെ നിക്ഷേപിക്കും. 60-ാം വയസ്സ് മുതൽ നമുക്കിത് ആനുകൂല്യമായിട്ട് തിരികെ നൽകുകയും ചെയ്യും. അതായത് നമ്മളുടെ മരണം വരെ ഈ ഒരു ആനുകൂല്യം ലഭിക്കുമെന്നുള്ളതാണ് ഈ പ്രധാന പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ അടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. നമ്മളുടെ ആധാർ കാർഡ്, അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ, പേഴ്സണൽ ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ഈ പദ്ധതിയിൽ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് മാത്രമേ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷകൾ വയ്ക്കാം. എന്നാൽ 40 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ, അതായത് 40-ന് മുകളിലേക്ക് പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതല്ല. കാരണം ഇതിലേക്കുള്ള അംശാദായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. 18 വയസ്സിൽ 55 രൂപ, ഇനി 29-ാം വയസ്സിലാണെങ്കിൽ 100 രൂപ, 40-ാം വയസ്സിലാണെങ്കിൽ 200 രൂപ. ഇനി ഇതിനിടയ്ക്ക് പ്രായം കൂടുന്നതനുസരിച്ച് നമ്മൾ അടയ്ക്കേണ്ട അംശാദായത്തിൽ വർധനവുണ്ടാകും. എന്നാൽ അടയ്ക്കേണ്ട തുക എത്രയാണോ നമ്മുടെ പ്രായത്തിനനുസരിച്ച് വരുന്നത്, അതേ തുകയാണ് നമ്മൾ 60 വയസ്സെത്തുന്നത് വരെ അടയ്ക്കേണ്ടത്. ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇന്ന് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. താല്പര്യമുള്ളവർ കോമൺ സർവീസ് സെൻ്ററുകളൊക്കെ വഴി ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് 2 മാസത്തോളമൊക്കെ ആനുകൂല്യം മുടങ്ങിയതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഈ സമയത്ത് ഉയർന്നു വരുന്നുണ്ട്. ചില മേഖലകളിൽ ആനുകൂല്യം കൃത്യസമയത്ത് ലഭിക്കുന്നു, എന്നാൽ പല മേഖലകളിലും, ഭൂരിഭാഗം മേഖലകളിലും ആനുകൂല്യം പലർക്കും തടസ്സപ്പെടുന്നതായിട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പ്. അതുമാത്രമല്ല, പ്രവൃത്തികൾ പൂർത്തിയാക്കി നിശ്ചിത ദിവസം പിന്നിട്ടിട്ടും ആനുകൂല്യം അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ സാലറി അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ നമുക്ക് നഷ്ടപരിഹാരത്തിനുൾപ്പെടെ അവകാശമുണ്ട് എന്നാണ് തൊഴിലുറപ്പ് ചട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ വിവിധ മേഖലകളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ വളരെ വൈകാതെ തന്നെ ആനുകൂല്യത്തിൻ്റെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ നിന്നും അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ പാർലമെൻ്ററി സമിതിയുടെ റിപ്പോർട്ടുകളും വളരെ വൈകാതെ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ സമയത്ത് വരുന്നത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക. നമ്മളുടെ റേഷൻ കാർഡിൽ പേരുള്ള അംഗങ്ങളിൽ ആരെങ്കിലുമൊക്കെ വിദേശത്ത് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് വിദേശത്തായിരിക്കുന്നവർക്ക് റേഷൻ താൽക്കാലികമായിട്ട് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അവർ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടാവില്ല. മുൻഗണനാ വിഭാഗങ്ങളിലെ റേഷൻ കാർഡുകൾക്കാണ് മസ്റ്ററിങ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി വിദേശത്തുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇതുവരെ മസ്റ്ററിങ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്റ്റാറ്റസ് നമ്മൾ NRK എന്ന് മാറ്റേണ്ടതാണ്, നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്. അപ്പോൾ ഇങ്ങനെ മാറ്റിയില്ല എങ്കിൽ ഒരു പക്ഷേ പേര് തന്നെ നീക്കം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, നിലവിൽ ഇപ്പോൾ നമ്മൾ NRK എന്ന് മാറ്റുകയാണെങ്കിൽ റേഷൻ കാർഡിൽ അവരുടെ പേര് നിലനിൽക്കും, പക്ഷേ അവർക്ക് റേഷൻ ആനുകൂല്യങ്ങൾ താൽക്കാലികമായിട്ട് ലഭിക്കുകയില്ല. പിന്നീട് അവർ എന്നാണോ മസ്റ്ററിങ് ചെയ്യുന്നത് അതിനുശേഷം അത് പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ പേരുകൾ റേഷൻ കാർഡിൽ നിന്ന് പോകാതിരിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എത്രയും വേഗം നമ്മളുടെ വീട്ടിൽ നിന്ന് ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ കാർഡ് ഉടമയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തികളോ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എത്രയും വേഗം ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും അറിയിപ്പുകൾ വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.